ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ മൈസൂർ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒരു ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടൂർ വന്നേക്കാണ് മൈസൂർ. ഒരു ഫാമിലി ട്രിപ്പായിട്ട് വന്നേക്കാണ്. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സൊക്കെയാണോ കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും ചേട്ടായും ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മൈസൂർ വന്നേക്കാണ്. അപ്പോൾ ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ആകെ മൊത്തം ഒരു ഹറിബറി ടയേർഡൊക്കെ ആയിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇപ്പോൾ രാവിലെ വന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഇനി ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇനി ഓരോന്നൊക്കെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ വീഡിയോ കൂടെ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ആദ്യം ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരുങ്ങി കാണിച്ചു തരാം. ജീൻസാണിട്ടത്. അങ്ങനെ ഞങ്ങൾ മൈസൂർ വന്നു. മൈസൂർ വന്നിട്ട് ഞങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വെളിയിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് ബസ്സിലേക്ക് കയറി. ബസ്സിലേക്ക് ഇരുന്ന് അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ആകെ മൊത്തം ഒരു തിരക്കായിരുന്നു. ഞാനും അമ്മയും കൂടെ വണ്ടിയെ കയറിയിരുന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്രകൾ ആരംഭിക്കുന്നത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ വണ്ടിയിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ പോയത് മൈസൂരിലെ സൂ കാണാനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൂ ആണിത്. 4.5 കിലോമീറ്റർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നടക്കാനായിട്ട് പറ്റില്ല എങ്കിൽ അവർ പ്രത്യേകം ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ വണ്ടി കൂടെ കൊണ്ടു നടന്ന് നമ്മൾ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണിക്കും. ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നെ അവർ നമ്മളെ അടുത്ത സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് പ്രത്യേക പൈസയാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതെന്ന് തോന്നുന്നു, കാരണം ഞങ്ങളാരും അതിൽ കയറിയില്ല. ഞങ്ങൾ നടന്ന് തന്നെയാണ് എല്ലായിടവും കണ്ടത്. ഇഷ്ടം പോലെ നടക്കാനും കാണാനും കാഴ്ചകളും ഒരുപാടുണ്ട് കേട്ടോ. കുറേയൊക്കെ എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല, കുറേയൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ സൂവിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു പകുതി സ്ഥലം വരെ ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെയിൽ കാരണം ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മയോട് തൊപ്പി വെക്കാൻ പറഞ്ഞിട്ട് അമ്മ വെക്കത്തില്ലായിരുന്നു. മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ട, തൊപ്പി വെച്ചാൽ തലേ ചൂടാണെന്നും പറഞ്ഞ് അമ്മ വെക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടായും തൊപ്പിയൊക്കെ തലേ വെച്ചുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടക്കുകയാണ് കേട്ടോ. നടന്ന് കാണാനുണ്ട്, നല്ലൊരു ഭംഗിയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടൊരു സൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും ഒന്നും നമ്മുടെ തിരുവനന്തപുരത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ല അടിപൊളിയായിരുന്നു. ഒരു മൈസൂരിലെ ഞങ്ങളുടെ ആദ്യം കാണാൻ വന്ന സ്പോട്ട് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി. ഏറ്റവും വലിയൊരു സൂ ആണിത്. വലിയൊരു സൂ. ഓക്കെ, അമ്മ പറ എങ്ങനെയുണ്ട്?
അടിപൊളി. എനിക്ക് ഞങ്ങളുടെ 3 പേരുടെ അഭിപ്രായം അത് ഒരുപോലെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഗൊറില്ലേനെ കേട്ടോ. ഗൊറില്ലയുടെ കാട്ടായങ്ങളൊക്കെ കാണാനായിരുന്നു രസം. പിന്നെ എടുത്തു പറയേണ്ടത്, ഞങ്ങൾ മൈസൂർ വന്നാലും അവിടെ നിറച്ച് മലയാളികളാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് നമ്മൾ വെക്കേഷനായിട്ട് പുതിയ സ്ഥലങ്ങൾ കാണാനൊക്കെ ആയിട്ട് വന്നത് മൈസൂരിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നാട് വിട്ട് വന്നതായിട്ട് നമുക്ക് ഒരു ഫീലും ഇല്ല. കേരളത്തിൽ വന്നതുപോലെ തന്നെയാണ് മൈസൂർ വന്നിട്ടും തോന്നിയത്. പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല. എവിടെ നോക്കിയാലും മലയാളികൾ മാത്രമേ ഉള്ളൂ, എവിടെ നോക്കിയാലും മലയാളം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. കന്നഡ വളരെ കുറച്ചാണ് നമ്മളവിടെ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഹോട്ടൽ ഫുഡ് പോലും നമ്മുടെ മലയാളികളുടെ ഫുഡ് തന്നെയാണ് ഞങ്ങൾക്ക് തന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ പാക്കേജ് എടുത്താണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് ഫുഡൊക്കെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഫുഡൊക്കെ നല്ല ഭക്ഷണം തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു ദിവസത്തെ നൈറ്റ് ഫുഡ് മാത്രമേ ഇച്ചിരി ശോകമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി ഞങ്ങളുടെ എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. റൂമായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും ഞങ്ങൾ പോയ പാക്കേജ് എന്തായാലും നല്ലതായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ നമുക്ക് തന്ന ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അതിന്റെ മോളിൽ കയറാൻ പോവാ. വന്നു സഹായിക്കാൻ അതിന് കിട്ടുന്ന അതിനോട് കുടുങ്ങി എടുത്ത് കണ്ടാ അതെങ്ങനെ. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്. അമ്മ ഇവിടെ, ചേട്ടാ ഇവിടെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വരുന്നവര് ചാണകത്തിൽ ചവിട്ടാതിരിക്കുക, പശുവിൻ്റെ ഇടി കിട്ടും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. പുറത്ത് സവാരി, ഫ്രീ സവാരി ആയിരുന്നു എനിക്ക്. പശു അല്ലാതെ അത് വന്നെ മുട്ട് നടന്നു കാണാൻ ആഗ്രഹമില്ലാത്തവരെ ഇതുപോലെയാണ് വണ്ടികളിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, അവിടെ വഴികളിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം കുതിരയുടെയും കഴുതയുടെയും ഒക്കെ ചാണകങ്ങൾ കാണും. നമ്മൾ നോക്കി നടക്കേണ്ട വരും കേട്ടോ. കാലെ പറ്റാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഞങ്ങൾ ക്യൂ നിന്ന സമയത്ത് ഒരു കുതിരയാണോ കഴുതയാണോ എന്ന് അറിഞ്ഞൂടാ, കഴുതയാണ്, ചെറുതാന്ന് തോന്നുന്നു, അത് വന്ന് ക്യൂ നിൽക്കുന്നിടത്തോട്ട് ഇടിച്ച് തള്ളി കയറുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ റോഡിൽ കൂടെ അലഞ്ഞു നടക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുങ്ങളുടെ ഇടി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ക്യൂ നിന്ന സമയത്ത് ഇത് പെട്ടെന്ന് കയറി വന്നപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഞങ്ങൾ പിന്നെ സൂയിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ 2 പേരോട് ഫോണിലോട്ട് നോക്കാൻ പറയുന്നുണ്ട്. ചേട്ടാ പിന്നെയും ഓക്കെ ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത മൈസൂർ വിശേഷമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.